ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും വളരെ രൂക്ഷമായി തുടരുകയാണ്. പല രാജ്യങ്ങളും ഇടപെടുന്നു. യുദ്ധത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു അറുതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്ത് ഇസ്രായേലിൽ നിന്ന് തന്നെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്ന രൂപത്തിൽ വിമർശനമുയരുമ്പോൾ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നും അത് ശ്രമകരമാണെന്നും കുറച്ചുകൂടി യുദ്ധം നീണ്ടുപോയാലും ശരി ആ രൂപത്തിൽ തന്നെ അവസാനിക്കൂ എന്നുമാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. പലസ്തീൻ സർവകലാശാലയ്ക്ക് നേരെ ഇസ്രായേൽ പ്രതിരോധ സേന ബോംബാക്രമണം നടത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഇസ്രായേലിനോട് അമേരിക്ക വിശദീകരണം ആവശ്യപ്പെട്ടു. വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് വിശദീകരണം അനിവാര്യമായി വന്നത്. പ്രദേശത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ക്യാമ്പസ് കെട്ടിടത്തിൽ പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നതും അവിടെയാകെ പുക ഉയരുന്നതുമായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മതിയായ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഡേവിഡ് മില്ലർ വീഡിയോ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഹമാസിലെ നേതാക്കളുടെയും അംഗങ്ങളുടെയും ശക്തി കേന്ദ്രമാണെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം ഈ പ്രദേശത്തെ ലക്ഷ്യം വെച്ചിരുന്നത്. ഇവിടെ വെടിക്കോപ്പും വ്യോമാക്രമണവും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് സംഭവത്തിന്റെ ദൃക്സാക്ഷികളായിരുന്ന ഖാൻ യൂണിസിൽ നിന്നുള്ള ആളുകൾ പറയുന്നു. അൽ അമൽ ആശുപത്രിക്ക് സമീപത്തായി ശക്തമായ വെടിവെപ്പുണ്ടായതായി പലസ്തീൻ റെഡ് ക്രസന്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം 77 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങി വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന വാർത്തകളും ഉയരുന്നു. ഹമാസ് ബന്ദികളാക്കിയ ആളുകളുടെ മോചന കാര്യത്തിൽ സ്വീകരിച്ച നിലപാടില് ഇസ്രായേൽ യുദ്ധകാല ക്യാബിനറ്റിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി. ബന്ദികളുടെ മോചനത്തിനു വഴിയൊരുക്കാൻ ഗാസയിൽ വെടിനിർത്തലാണ് വേണ്ടതെന്നും മിന്നലാക്രമണത്തിലൂടെ അവരെ മോചിപ്പിക്കാമെന്ന ധാരണ വേണ്ട എന്നും വാർ ക്യാബിനറ്റിലെ 4 അംഗങ്ങളിൽ ഒരാളായ കരസേനയുടെ മുൻ മേധാവി ഗാഡി ഐസൻകോട്ട് പറഞ്ഞു. യുദ്ധത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങളെക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് ബന്ദികളുടെ മോചനത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐസൻകോട്ടിന്റെ ഇളയ മകൻ കഴിഞ്ഞ മാസം ഗാസയിലെ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടിരുന്നു. 130 ബന്ദികൾ ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. ഇവരെ പല സ്ഥലങ്ങളിലായി പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കമാൻഡോ നടപടിയിലൂടെ മോചനം വളരെ പ്രയാസകരമാണെന്നും ഒരു കരാറുണ്ടാക്കി മോചനം സാധ്യമാക്കണമെന്നും ഐസൻകോട്ട് TV അഭിമുഖത്തിലാണ് ആവശ്യപ്പെട്ടത്. അതേസമയം പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരമെന്ന US നയത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും തള്ളിക്കളഞ്ഞു. ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 142 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. 278 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ 25,000-ഓളം ആളുകൾ, അതായത് പലസ്തീനിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. 62,000-ത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു. 80% ജനങ്ങൾ പലായനം ചെയ്തിട്ടുണ്ട് ഗാസയിൽ നിന്ന്. ഗാസയിൽ 7ാം ദിവസവും ഇന്റർനെറ്റും ഫോൺ ബന്ധവും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ സേന പലസ്തീൻ യുവാക്കളെ കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ആരോപിക്കുന്നു. നഗ്നരാക്കി കണ്ണുകെട്ടി തടവിലിട്ട ശേഷം ക്രൂരമർദ്ദനമാണ് നടത്തുന്നതെന്നും ആഴ്ചകൾക്ക് ശേഷം ചിലരെ ഡയപ്പർ മാത്രം ധരിപ്പിച്ചാണ് മോചിപ്പിച്ചതെന്നും ആരോപണമുയരുന്നു. ഇതിന് തെളിവുകൾ ഉണ്ടെന്നും ഇരകളായ യുവാക്കളെ താൻ നേരിട്ട് കണ്ട് മൊഴിയെടുത്തെന്നും UN ഉദ്യോഗസ്ഥർ അജിത് സാങ്ങായി ഗാസയിൽ നിന്നും വീഡിയോ വഴി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അജ്ഞാത കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് തടവിലുള്ളത്. ചിലരെ 30-35 ദിവസത്തോളം തടവിലിട്ട് പീഡിപ്പിച്ചു. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതായി സമ്മതിച്ച ഇസ്രായേൽ സൈന്യം പക്ഷേ തടവുകാരുടെ എണ്ണം ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല. തടവുകാരെ പീഡിപ്പിച്ചെന്ന ആരോപണവും ഇസ്രായേൽ നിഷേധിച്ചു. പലസ്തീൻ യുവാക്കളെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് നിർത്തിയതിന്റെ ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇസ്രായേൽ TV സംപ്രേഷണം ചെയ്തിരുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രായേൽ
പലസ്തീനിൽ നിന്നും കൊണ്ടുപോയ ആളുകളെ പീഡിപ്പിക്കുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തായിരുന്നാലും യുദ്ധം ജയിച്ചേ അടങ്ങൂ എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോ ഇസ്രായേൽ അധിനിവേശം നടക്കുന്ന പലസ്തീനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 16,000 സ്ത്രീകളാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുന്നത്. ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന കനത്ത വ്യോമാക്രമണത്തിലും ബോംബാക്രമണത്തിലും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരിടവും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഗാസയിൽ സ്ത്രീകളടക്കം ലക്ഷക്കണക്കിന് പേരാണ് പലായനം ചെയ്യുന്നത്. ഇസ്രായേൽ അധിനിവേശം സ്ത്രീകളെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ച് UN വിമൺ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഓരോ മണിക്കൂറിലും കൊല്ലപ്പെടുന്നത് 2 അമ്മമാർ വീതമാണ്. 3000 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ ചുമതല തന്നെ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ് സ്ത്രീകൾ. 10,000-ഓളം കുഞ്ഞുങ്ങൾക്കാണ് സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 100 ദിവസം പിന്നിട്ട ഇസ്രായേൽ അധിനിവേശത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് 25,000-ഓളം ആളുകളാണ്. സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതിൽ അധികവും. 240-ഓളം പേരെ ബന്ദികളാക്കിയതായി ഇസ്രായേൽ അറിയിച്ചു. വിജയം കാണും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഗാസയിലെ 30,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു. ഏകദേശം 2 ദശലക്ഷം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് വീടുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധം ഒരിക്കലും ഒരിടത്തും സമാധാനമല്ല സമ്മാനിക്കുന്നത്. 2 രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധമെങ്കിൽ 2 ഭാഗത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇതിൽ മരണപ്പെടുന്നതിൽ അധികവും നിരപരാധികളായിരിക്കും. അതേസമയം ഹമാസിന്റെ പ്രതികരണം തികച്ചും വ്യത്യസ്തമാണിപ്പോൾ. പലസ്തീൻ പ്രദേശങ്ങളിലെ അധിനിവേശത്തിനെതിരായ അത്യാവശ്യ നടപടിയാണ് ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ആക്രമണമെന്ന് ഹമാസ് പറഞ്ഞു. അതേസമയം ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ചില പിഴവുകൾ സംഭവിച്ചുവെന്നും ഹമാസ് പുറത്തിറക്കിയ 16 പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇസ്രായേൽ സുരക്ഷയുടെയും സൈനിക സംവിധാനത്തിന്റെയും ദ്രുതഗതിയിലുള്ള തകർച്ചയും ഗാസയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഉടലെടുക്കുന്ന അരാജകത്വവും എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത്. ആക്രമണങ്ങളെ ന്യായീകരിച്ച് ഇംഗ്ലീഷിലും അറബിയിലും പുറത്തിറക്കിയ ഗ്രൂപ്പിന്റെ ആദ്യ പൊതു റിപ്പോർട്ടാണ് ഈ രേഖ. പലസ്തീൻ ജനതയ്ക്കെതിരായ എല്ലാ ഇസ്രായേൽ ഗൂഢാലോചനകളെയും നേരിടാൻ ആവശ്യമായ സാധാരണ പ്രതികരണമാണ് ആക്രമണങ്ങളെന്ന് ഹമാസ് പറഞ്ഞു. ഗാസയുടെ യുദ്ധാനന്തര ഭാവി തീരുമാനിക്കാനുള്ള അന്താരാഷ്ട്ര ഇസ്രായേൽ ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കി. പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ഭാവി തീരുമാനിക്കാനും അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ക്രമീകരിക്കാനുമുള്ള കഴിവുണ്ട്. ലോകത്തിലെ ഒരു പാർട്ടിക്കും പലസ്തീനു വേണ്ടി തീരുമാനമെടുക്കാൻ അവകാശമില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ച ഹമാസ് ചെയ്തത് ശരിയാണ് എന്ന ലെവലിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ ഇസ്രായേലിനെ ഇത് കൂടുതൽ പ്രകോപിപ്പിക്കുക മാത്രമേ ചെയ്യൂ. നന്ദി.